ഫുഡ് റെസ്റ്റോറന്റ്, കാഫെ പോലുള്ള ബിസിനസ്സുകളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം മിസ്റ്റർ ഷെമിൽ ബാറക്ക. നമുക്കൊരു നഷ്ടത്തിൽ വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ വിജയകരമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ പ്രോബ്ലംസിന് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യും. നമ്മൾ പറയില്ലേ നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, ആ ബ്രെഡ് ആൻഡ് ബട്ടർ ആക്ച്വലി ഫുഡ് ഇൻഡസ്ട്രിയാണ്. പാരഗൺ മാർക്കറ്റ് ചെയ്തത് അവരുടെ ക്വാളിറ്റിനെയാണ്. ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ഉണ്ട്, മൃണാൽ ദാസിനെ പോലുള്ളവരും. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ക്വാളിറ്റി ഇല്ലാതെ മാർക്കറ്റിംഗ് ചെയ്താൽ നമുക്കൊരിക്കലും ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഷെഫ് പിള്ള പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, ഇത്രയും കാലം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ട്, പക്ഷെ മലബാറാണ് ബിരിയാണി എന്നുള്ളത്. അത് ആ റെസിപ്പിയുടെയാണ്. ഈ ബൺ മസ്ക ട്രെൻഡിങ് ആണല്ലോ, കപ്പിൾ ചായ. അപ്പം അവരുടെയൊക്കെ അത് ലോങ് ടേം ഗോളാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ലോങ് ടേം ഗോളല്ല. ഹായ് എവരിവൺ, ഐ ആം റുബിയ ദിസ്തി. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബ്രാൻഡ് യാത്ര. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് 15 വർഷങ്ങൾ മുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൺസൾട്ടന്റും ട്രെയിനറും അതിലുമുപരി 19 കഫേകളിൽ മെന്ററായി വർക്ക് ചെയ്തിട്ടുള്ള ഫുഡ് റെസ്റ്റോറന്റ്, കാഫെ പോലുള്ള ബിസിനസ്സുകളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വം മിസ്റ്റർ ഷെമിൽ ബാറക്ക. ഹായ് സർ, വെൽക്കം ടു ദി ഷോ. വെൽക്കം. എന്തൊക്കെയാണ് സർ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്നും പുതിയതാണ്, എന്നും പുതിയത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള പുതിയ കുറേ കോൺസെപ്റ്റ്സിലാണ്. അതിൽ കഫേസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫുഡ് കൺസൾട്ടന്റിലേക്കുള്ള ജേണി ഒന്ന് പറയാമോ? അത് പറയുകയാണെങ്കിൽ ഒരു വലിയ സ്റ്റോറിയാണ്. ആ സ്റ്റോറിയാണ് എല്ലാം. ആക്ച്വലി എൻ്റെ ഫാദർ ഒരു ഹോട്ടലിയർ ആയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ നടന്നതും, ലൈക്ക് നമ്മൾ പറയില്ലേ പിച്ച് വെച്ച് നടക്കാന്നൊക്കെ. സോ അതിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ വളർന്നതൊക്കെ. പക്ഷേ നമ്മുടെ പാഷൻ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ വളർന്നു തുടങ്ങിയപ്പോൾ എൻ്റെ പാഷൻ ഉണ്ടായിരുന്നത് ഫോട്ടോഗ്രാഫിയിലായിരുന്നു. സോ പഠിക്കുന്ന കാലത്തും അതിന് ശേഷവും ജോലി ചെയ്യുമ്പോഴും 10 വർഷത്തോളം ഫോട്ടോഗ്രാഫി നമ്മൾ പഠിച്ചെടുത്തു, ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്നതും എക്സ്പീരിയൻസ് ആയിരിക്കുന്നതും ഫുഡ് ഇൻഡസ്ട്രി ആണെന്ന് തിരിച്ചറിവ് വരാൻ തന്നെ 10 വർഷത്തിന് മുകളിലെടുത്തു. അതായത് ഈ 10 വർഷവും നമ്മൾ പറയില്ലേ നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, ആ ബ്രെഡ് ആൻഡ് ബട്ടർ ആക്ച്വലി ഫുഡ് ഇൻഡസ്ട്രിയാണ്. ഫുഡ് ഇൻഡസ്ട്രിയിലെ പല രീതിയിലുള്ള ജോലികൾ, പല എല്ലാ മേഖലകളും, അതിലെ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റ് മുതൽ വലിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വർക്ക് ചെയ്തു. ഇൻ ബിറ്റ്വീൻ ആണ് ഫോട്ടോഗ്രാഫീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് തിരിച്ചറിവ് സംഭവിച്ചോ അന്ന് മുതൽ കംപ്ലീറ്റ്ലി നമ്മൾ പറയില്ലേ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അത് സംഭവിച്ചു. കംപ്ലീറ്റ്ലി ഫോക്കസ് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കൊടുത്തു, ഫോട്ടോഗ്രാഫിക്ക് ഒരു ബ്രേക്ക് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫുഡ് കൺസൾട്ടൻസി, ആ ഒരു ബിസിനസ്സിന് ഈ ഒരു ഫോട്ടോഗ്രാഫി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ടേൺ കീ പ്രൊജക്റ്റുകളൊക്കെ എടുക്കുമ്പോൾ പല പ്രൊജക്റ്റുകളും പല രീതികളാണ്. നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ മെനു മാത്രം ചെയ്ത് കൊടുക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. ലൈക്ക് മെനു എഞ്ചിനീയറിംഗ് മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ടേൺ കീ എടുക്കുന്നതുണ്ട്. ടേൺ കീ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് എല്ലാവർക്കും ഫുഡ് ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമാണ്. എങ്ങനെ ഒരു ഫുഡ് ബിസിനസ്സിനെ ചെയ്യണമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈവൻ ഇന്നത്തെ സെലിബ്രിറ്റീസ് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, പൊളിറ്റീഷ്യൻസ് ബിസിനസ് നടത്തുന്നവരുണ്ട്, ഈവൻ കോളേജ് സ്റ്റുഡൻസ് വരെ പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരാണ്. സോ അങ്ങനെ ചെയ്യുന്നവർക്ക് ഉള്ള സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവർക്കുണ്ടാകുന്ന ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് വേണ്ട സ്റ്റാഫിങ് ചെയ്ത് അതിന് വേണ്ട കിച്ചൺ സെറ്റപ്പ് ചെയ്ത് ആ കിച്ചൺ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് മെനു വർക്കൗട്ട് ചെയ്ത് എന്നിട്ട് നമ്മളിതിനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട മാർക്കറ്റിംഗ്, സെയിൽസ്, ഒപ്പം തന്നെ
അവരുടെ ROI പ്ലാൻ വരെ ചെയ്യുന്നുണ്ട്. സോ ഇത് എവിടെ ഫോട്ടോഗ്രാഫി ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിംഗിൾ വേർഡിൽ പറയാൻ പറ്റും, മാർക്കറ്റിംഗ് ചെയ്യാൻ. കാരണം ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ട് വർക്കൗട്ട് ചെയ്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വർക്കിംഗ് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അവിടെ ചെയ്തിരിക്കുന്നത് ഫാഷനും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് തന്നെ എനിക്കതിനെ മാർക്കറ്റ് ചെയ്യാൻ വളരെയധികം ഈസി ആയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ ഈസിയായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ആണോ അതോ ക്വാളിറ്റി ആണോ ഫുഡിന്റെ മെയിൻ ആയിട്ട് സക്സസ് ഉണ്ടാവണേ ഒരു ഫുഡ് ബിസിനസ്? തീർച്ചയായിട്ടും നമുക്ക് ക്വാളിറ്റിയാണ് വേണ്ടത്. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സും ഒക്കെ ഉണ്ട്, മൃണാൽ ദാസിനെ പോലുള്ളവരും. അപ്പോൾ അതിനെങ്ങനെയാ നോക്കി കാണുന്നത്? അത് മാർക്കറ്റിംഗ് മാത്രം മതിയോ അതിന്? മൃണാൽ ദാസിനെ പോലുള്ളവരുടെ ചോദ്യം ലൈക്ക് അദ്ദേഹത്തെ കുറിച്ചാണോ അതോ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണോ? ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത്? മീൻസ് ക്വാളിറ്റീനെ ആണോ ഉയർത്താൻ ശ്രമിക്കുന്നത് അതോ മാർക്കറ്റിംഗ് ആണോ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത്? നമ്മൾ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ തീർച്ചയായിട്ടും സഹായിക്കും. ക്വാളിറ്റി ഇല്ലാതെ മാർക്കറ്റിംഗ് ചെയ്താൽ നമുക്കൊരിക്കലും ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്ന മൃണാൽ ദാസിൻ്റെതും. അതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് പാരഗൺ മാർക്കറ്റ് ചെയ്തത് അവരുടെ ക്വാളിറ്റി തന്നെയാണ്. അവരുടെ ക്വാളിറ്റി ഇന്നും ആ ക്വാളിറ്റി കൊണ്ട് തന്നെ വേൾഡിലെ തന്നെ 3-ാമത്തെയോ 5-ാമത്തെയോ ഐക്കോണിക് റെസ്റ്റോറൻറ്റുകളിൽ ഒന്നായി മാറി. ജനങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്. യെസ്. എന്നാൽ ഇതേ പറഞ്ഞിരിക്കുന്ന മൃണാൽ ദാസിന് അത് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹത്തിന് ഐക്കോണിക് ആയിട്ടൊരു പ്രൊഡക്റ്റ് എന്ന് പറയാനുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആസ് എ ഫുഡ് ലവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് നോക്കേണ്ടതാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് കൺസൾട്ടൻറ്റ് ശരിക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? നമ്മളൊരു ബിസിനസ്സിലോട്ട് കടക്കുമ്പോൾ ഒരു ക്യാപിറ്റൽ എമൗണ്ട് മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും? ഒരിക്കലുമല്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ എപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് കാണുമോ അപ്പം മുതൽ ആ പ്രൊജക്റ്റ് ബഡ്ജറ്റ് ഇല്ലാതെയായി. ഓക്കെ, എപ്പോഴാണ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം, എങ്ങനെയാണ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കഫേ കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം വരുന്നത് എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റിനേക്കാൾ കുറഞ്ഞ് എനിക്ക് ചെയ്യുകയും എന്നാൽ എനിക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുകയും എൻ്റെ കയ്യിലുള്ള പണം അധിക ചിലവില്ലാതെ പോകാനും ചിന്തിക്കുന്നിടത്താണ് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യം. അത് ഞാനെന്നുള്ളതല്ല, കേരളത്തിൽ ഇന്ന് ഒരുപാട് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻറ്റുമാരുണ്ട്. ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള കൺസൾട്ടൻസിനെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് മാത്രമാണ് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്. ലൈക്ക് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ തന്നെ 15-20 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. കഫേ ഫീൽഡിൽ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. അങ്ങനെയുള്ള കൺസൾട്ടൻറ്റുമാരായി മാറിയവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അതല്ലാതെ വെറും നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പരസ്യം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള ബിസിനസ്സിൽ മാത്രം ഇൻവോൾവ് ചെയ്തതിൻ്റെ പേരിൽ കൺസൾട്ടൻ്റായി മാറിയവർ, അങ്ങനെയുള്ളവരെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് മാത്രം പേഴ്സണലി എൻ്റെ അഡ്വൈസ്. അപ്പോൾ ഒരു ലോസായി കിടക്കുന്ന റെസ്റ്റോറൻറ്റിന് എന്തായിരിക്കും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, സക്സസ് ആക്കാം? നമുക്കൊരു നഷ്ടത്തിൽ വന്നിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ വിജയകരമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ പ്രോബ്ലംസിനെ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യും. ആ പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ. അതൊരു പ്ലേസിന്റെ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? പല ഇഷ്യൂസും ഉണ്ടാവാം. ഈവൻ കിച്ചണിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം, ഹൈജീൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. ഷെഫുമാരും പിന്നെ ഷെഫ് മാനേജ്മെന്റ് ഈഗോ ഉണ്ടാവാം. അറിവില്ലാത്ത കാര്യങ്ങളുടെ ലൈക്ക് അൺഅവെയർ ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടാവും.
സ്റ്റാഫിങ് പ്രോപ്പർ അല്ലാത്ത രീതികളുണ്ടാവാം, പ്രോപ്പറായിട്ട് മെനു ഇല്ലാത്തതുണ്ടാവാം, പ്രോപ്പറായിട്ടൊരു ഡിഷ് ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവാം. ഈ വർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലോ. വർക്കേഴ്സ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. എങ്ങനെ തിരഞ്ഞെടുക്കും? അപ്പോൾ എങ്ങനെ ട്രെയിൻ ചെയ്യും? നമ്മളത് ഇതിന് ഓരോ കാറ്റഗറി ഉണ്ട്. ഇവിടെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിനെക്കുറിച്ച് അത്ര അവെയർ അല്ല. അതിലൊന്നാമത്തെ കാര്യം, റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് കാറ്റഗറി ഇറ്റ്സ് എ കാറ്റഗറി, കഫേ എന്ന് പറയുന്നത് ബി കാറ്റഗറി, ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് സി കാറ്റഗറി. എന്നാൽ ഇതിലൊന്നും പെടാത്ത ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് QSR, ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകൾ. ഓക്കെ, നിങ്ങൾ നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങളൊന്നും എടുത്തു നോക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന QSRകളെല്ലാം ഷെഫ്ലെസ് ആണ്. നിങ്ങൾക്കും 15 ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട് അവിടെ സ്റ്റാഫ് ആവാം. വിത്തിൻ 1 month നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്റ്റാഫായി മാറാം. സോ അവിടെ സ്റ്റാഫിങ്ങിന് എങ്ങനെ പിന്നെ ഇഷ്യൂ വന്നു? ഇന്ന് എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഷെഫ്ലെസ് കാറ്റഗറിയാണ്. അതിനൊരു എക്സാമ്പിളാണ് KFC, ചിക്കിങ്, പിസ്സ ഹട്ട്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി വരുന്ന QSRകളെല്ലാം അതിൽ പെട്ടതാണ്. സോ അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു SOP ഉണ്ടായാൽ മതി, റെസിപ്പിക്ക് ഒരു SOP ഉണ്ടായാൽ മതി, അത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മതി. അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞിരിക്കുന്ന സ്റ്റാഫിങ്ങിൻ്റെ ഒരു ഇഷ്യൂ അവിടെ ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഒരു GM അങ്ങനെ കുറേ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സാറിന് എവിടെയായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ, ഒരു അഭിമാനം തോന്നിയൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അഭിമാനം തോന്നിയൊരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണ കാലം എനിക്ക് തന്ന അനുഭവമാണ്. കാരണം ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നത് കൺസൾട്ടിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്രീലാൻസ് ആയിട്ട്. അതോടൊപ്പം അന്ന് വർക്ക് ചെയ്യുന്നത് കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ ബേസ് ചെയ്തിരിക്കുന്ന അത്യാവശ്യം വെൽ സെറ്റിൽഡ്, വെൽ എക്യുപ്പ്, എല്ലാം കൊണ്ടും സ്റ്റാഫിങ് ആയിക്കൊണ്ടും എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു കിച്ചൺ ഹെഡായിരുന്നു. സോ ആ സമയത്താണ് കൊറോണ വരുന്നത്. സോ കൊറോണ വന്നപ്പോൾ ചോദിക്കാതെയും പറയാതെയാണ് സ്റ്റാഫുകൾ ഇല്ലാതെയാവുന്നത്. അന്ന് എൻ്റെ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ട്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് ഫുഡില്ല, പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, ഒന്നുമില്ല. ആ സമയത്ത് ഞാനെടുത്തൊരു തീരുമാനം, അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ അതവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത്. അത് വേറൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, ബട്ട് കിച്ചണിൽ ഹാൻഡിൽ ചെയ്യാനോ ആരുമില്ല. സോ ആ സമയത്ത് നമ്മളെടുത്ത തീരുമാനമായിരുന്നു ഞാൻ തന്നെ, കാരണം ആസ് എ ഷെഫ് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അന്ന് എനിക്ക് എൻ്റെ ഹൈറാർക്കി അനുസരിച്ചുള്ള സ്റ്റാഫ് ഉണ്ടോയെന്നോ ബാക്കിയുള്ളവരുണ്ടോയെന്ന് നോക്കാതെ എൻ്റെ സ്റ്റാഫിന് വേണ്ട ഫുഡും നമ്മുടെ ഗസ്റ്റിന് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ഫുഡും നമ്മൾ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ അവൈലബിലിറ്റി കുറഞ്ഞു. ഓക്കെ, ആ അവൈലബിലിറ്റി കുറഞ്ഞ സമയങ്ങളിൽ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുത്ത ഫുഡിൻ്റെ വാല്യൂ, അത് നമ്മളൊരു ക്യാഷിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മണി എന്നുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ടല്ല ചെയ്യും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും ഞാൻ വാല്യൂ ആയിട്ട് കാണുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊറോട്ട ബർഗർ, കോംബോച്ച, മെക്സിക്കൻ ടൊബാക്കോ അങ്ങനെയുള്ള ഫുഡൊക്കെ കേൾക്കുമ്പോൾ ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നല്ലോ, ചലഞ്ചിങ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് ജനങ്ങൾക്ക് ഇഷ്ടമാവോ? ആസ് എ റെസ്റ്റോറൻറ്റ് കഫേ കൺസൾട്ടൻറ്റ് ഞാൻ എന്നും നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കൺസൾട്ടൻസിയിൽ ഒരു ഡിഷ് യുണീക്കായിരിക്കണം, ഒരു ഡിഷ് ആ ബ്രാൻഡിൻ്റെ യുണീക്കായിരിക്കണം. അതെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് യുണീക്ക് ആവുമ്പോഴാണല്ലോ നമ്മളെ ചാലഞ്ചിങ് ആക്കുന്നത്.
സോ ആ ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഏരിയയിലും അതിനെനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് നന്ദി പറയണം. അതോടൊപ്പം എനിക്ക് നന്ദി പറയാനുള്ളത് ശ്രീ കല്ലാട്ട് മുഹമ്മദ്, അദ്ദേഹത്തിനോട് എനിക്ക് നന്ദി പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മൾ കല്ലാട്ട് മാൾ വയനാട് മാനന്തവാടിയിൽ ചെയ്യുകയുണ്ടായി. എന്നാൽ അദ്ദേഹമായിട്ട് ഞാൻ അടുത്തിഴകുകയും അടുത്ത് നമ്മൾ അത്രയും ഒരു വളരെയധികം ഫ്രണ്ട്ലിയാണ്. സോ അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ ബിസിനസ്സിലും ചാലഞ്ച് വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ തന്നെ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റിലും നമ്മളൊരു യുണീക്ക് പ്രൊഡക്റ്റിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് നമ്മൾ ചെയ്തതായിരുന്നു ചട്ടിച്ചോറ്. നമ്മൾ അന്നാണ് ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് കേരളത്തിൽ അന്നില്ല ചട്ടിച്ചോറ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ചട്ടിച്ചോറ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ബറക്ക ബിരിയാണി, അത് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് മൈ റെസിപ്പി. എല്ലാം നമ്മുടെ റെസിപ്പീസ് തന്നെ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തതിൽ ഒരു കേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പൊറോട്ട ബർഗർ ചെയ്തു. യെസ്, അന്ന് പൊറോട്ട ബർഗർ ദുബായിൽ വൈറലായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യമായിരുന്നു അതേ ടേസ്റ്റ് ബഡ്സിനെ അല്ലെങ്കിൽ ആ ടേസ്റ്റ് ബഡ്സിനെ മറികടക്കണം, എങ്ങനെ നമ്മൾ അത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടില്ല. സോ നമ്മൾ അതിനെക്കുറിച്ചിട്ട് R&D നടത്തിയപ്പോൾ നമ്മൾ മധുരയിലാണ് ബൺ പൊറോട്ടാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ അവിടെ പൊറോട്ടയുടെ ഉള്ളിൽ ചുമ്മാ ഫില്ല് ചെയ്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. സോ നമ്മളവിടെ പോയി നോക്കുമ്പോൾ അത് ബർഗറല്ല. പിന്നെ നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ സ്റ്റഡി നടത്തി നോക്കിയപ്പോൾ എവിടെയും പ്രോപ്പറായിട്ടുള്ള സ്മാഷ്ഡ് ബർഗർ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. സോ ഈ ദുബായിലെ ടേസ്റ്റിനെ എങ്ങനെ നമ്മൾ മറികടക്കും? സോ അതൊരു വലിയ ചാലഞ്ചായിരുന്നു. സോ അതിനു വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അദ്ദേഹം വരുമ്പോൾ ഒരു പൊറോട്ട ബർഗർ പാർസൽ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മളത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നു, കഴിച്ചു നോക്കി, ആ ടേസ്റ്റ് ബഡ്സ് മനസ്സിലാക്കി ഇതിനെ മറികടക്കണമെന്ന് ചിന്തിച്ച് ചെയ്തതായിരുന്നു നമ്മൾ സ്മാഷ്ഡ് പൊറോട്ട ബർഗർ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈറലായി, ഹിറ്റായി. ഇന്ന് പല സ്ഥലങ്ങളിലും അതൊരു റെവല്യൂഷനായി. അതിനുശേഷം നമ്മൾ ഇടിയിറച്ചി ചെയ്തു. റിക്കോ റോൾസിന് വേണ്ടിയിട്ട് ഇടിയിറച്ചി ചെയ്തു. പിന്നെ ക്രോസോണിൽ ഇറ്റാലിയൻ ക്രോസോ ഡെസേർട്ട്, ക്രോസോ വിത്ത് മാഗ്നം ഐസ്ക്രീംസ്, അത് ചെയ്തു. ഇനിയും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ. പിന്നെ കമ്പൂച്ച ടിപ്പാച്ച നമ്മളാണ് ആദ്യമായിട്ട് ഒരു കഫേയുടെ ഉള്ളിൽ ബ്രൂവ് ചെയ്ത് കൊണ്ടുവരും. ആ ഒരു ഐഡിയയിലേക്കും അല്ലെങ്കിൽ ആ ഒരു തോട്ടിലേക്കും എത്താനുണ്ടായ റീസൺ നമ്മൾ എന്ത് കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. സോ ഈ കമ്പൂച്ചയ്ക്കും ടിപ്പാച്ചയ്ക്കും അതിനൊരു പരിധിയുണ്ട്. ഐ മീൻ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. അപ്പം നമ്മളിത് ബ്രൂവ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് വെല്ലുവിളി. കമ്പൂച്ച ബ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ 8 ദിവസത്തിനുള്ളിൽ കൊടുക്കണം, അല്ലെങ്കിൽ 9ാമത്തെ ദിവസം തൊട്ടിട്ട് ഫെർമെൻറ്റേഷൻ സംഭവിക്കും. സോ ആസ് എ മുസ്ലിം എനിക്കതൊരിക്കലും അലോ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ലോ അത് സമ്മതിക്കുന്നില്ല. കാരണം അതിന് വേണ്ട ഡോക്യുമെന്റേഷൻസ്, സർട്ടിഫിക്കേഷൻസ് എല്ലാം മാറും. ടിപ്പാച്ച് 3 ദിവസത്തിൽ കൂടുതൽ നമുക്കൊരിക്കലും ബ്രൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതും ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് സംഭവിക്കും. ഇറ്റ്സ് പൈനാപ്പിൾ അതിനെ കൊണ്ട്. സോ മെക്സിക്കൻ ടിപ്പാച്ച് എങ്ങനെ വർക്കൗട്ട് ചെയ്യും എന്നുള്ളത് ഭയങ്കര ചോദ്യമായിരുന്നു. അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇന്ന് കൊച്ചിയിൽ ആദ്യമായിട്ട് ഒരു കഫേയുടെ ഉള്ളിൽ ബ്രൂവ് ചെയ്ത് കൊടുക്കും. അത് വളരെയധികം സക്സസ്സാണ്. ഇപ്പോൾ ആ ഒരു USPനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേകളും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് വേണം എന്നുള്ള ഓപ്ഷൻസ് അങ്ങോട്ട് വെക്കുമ്പോൾ അവരിങ്ങോട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇത് വേണം, ഇത് നിർബന്ധമായിട്ട് വേണം. ഇടിയിറച്ചിയിലെ റോള് നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടിയിറച്ചിയിൽ ഇതുവരെ ആരും റോള് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇടിയിറച്ചി എന്ന് പറയുന്നത് കോട്ടയം ഭാഗത്തുള്ളവരുടെ ഒരു
നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഊണിന് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം സൈഡ് ഡിഷായിട്ട് പോകും. സോ അതെങ്ങനെ ഒരു ഡിഷാക്കി മാറ്റും അല്ലെങ്കിൽ ഒരു മെനുവിൽ എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനമായിരുന്നു നമ്മൾ ഇടിയിറച്ചി റോളും കൊച്ചി ആക്സെപ്റ്റ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ വാല്യൂ. അതുപോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹഗി എന്നുള്ള ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസോണിൻ്റെ ഡെസേർട്ട് വർക്കൗട്ട് ചെയ്തത്. എന്താണ് ഹഗി എന്നുള്ളൊരു ഹഗി എന്നുള്ള ഒരു തീം ആക്ച്വലി ഹഗ്മി എന്നതാണ്. സോ ആ ഹഗ്മി നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടാണ് ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ദുബായിൽ വൈറലായിരിക്കുന്ന കാൻ ഫലൂഡാസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇറ്റാലിയൻ ക്രോസോൺ ഡെസേർട്ട്. ദുബായ് ബേസ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ? അല്ല, അവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാ റെവല്യൂഷൻ്റെയും സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഇറ്റ്സ് ദുബായ്. 58-60 രാജ്യങ്ങളുടെ എല്ലാ ഇന്നോവേഷൻസും സംഭവിക്കുന്നത് ദുബായ് എന്ന് പറയുന്ന ആ ഒരു കേന്ദ്ര ബിന്ദുവിൽ നമ്മൾ എന്ത് റെവല്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞു. അല്ലാതെ നമ്മൾ ഒരിക്കലും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഈ കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം സംഭവിക്കുന്നത് ദുബായിലാണ്. ദുബായിൽ നിന്ന് നമ്മളത് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ് സത്യം. അതിന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ചെയ്യുന്നു. അതെ. ഈ ഒരു മെനുമാൻ കൺസൾട്ടൻസി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ആ ഒരു പേര് വരാനുള്ള കാരണം? അത് മെനുമാൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിയാക്കലാണ്. അത് ഈ പറഞ്ഞ കൊറോണ കാലം കഴിഞ്ഞ് ഞാനൊരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് നമ്മളൊരു 4 സുഹൃത്തുക്കൾ കൂടിയിട്ട് നടത്തിക്കൊണ്ടുപോകായിരുന്നു. സോ അതിന് അത്യാവശ്യം ഇന്നും അത് ആ കൺസൾട്ടൻസി സക്സസ് ആണ്. ബട്ട് നമ്മളെല്ലാ ബിസിനസ്സിലും കുറച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ എൻ്റെ പാർട്ട്നേഴ്സുമായിട്ട് എനിക്ക് ഒത്തുപോകാതെ വന്നപ്പോൾ ഞാൻ പതുക്കെ ഫ്രീലാൻസിലേക്ക് വീണ്ടും മൂവ് ചെയ്തു. സോ ഫ്രീലാൻസിലേക്ക് മൂവ് ചെയ്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മെനു എഞ്ചിനീയറിംഗ് ആയിരുന്നു. സോ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റാലിറ്റി ഒക്കെ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിൻ്റെ ഹെഡാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഗ്രൂപ്പിൻ്റെ ഹെഡാണ്. സോ ഇടയ്ക്ക് അദ്ദേഹം വിളിക്കും, ഞാനും അങ്ങോട്ട് വിളിക്കും. അപ്പോൾ കൂടുതലും നമ്മുടെ വിഷമങ്ങൾ പറയുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചതാണ്, അളിയ ആ ഒരു വിളിക്ക് പകരം ഇപ്രാവശ്യം വിളിച്ചത് എന്താണ് മെനുമാൻ? കാരണം ആ മെനു മാൻ എന്ന് പുള്ളി പറയാനുള്ള കാരണം ഞാൻ ആ സമയത്ത് മെനു മാത്രമേ ചെയ്യുന്നുള്ളൂ, എനിക്ക് മെനു മാത്രമേ കിട്ടുന്നുള്ളൂ, മെനു എഞ്ചിനീയറിംഗ് മാത്രമേ നമുക്ക് വർക്ക് ഉണ്ടാവുന്നുള്ളൂ, ബാക്കിയുള്ള സെറ്റപ്സോ റീസെറ്റപ്സോ അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഒന്നും നമുക്ക് അങ്ങനെ വരുന്നില്ല. അത് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ കളിയാക്കി വിളിച്ചതാണ് മെനുമാൻ. അങ്ങനെയാണ് ഞാൻ ആ കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഈ ബ്രാൻഡ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൂടാ. സോ അന്ന് നമ്മുടെ ഇൻവെസ്റ്ററുടെ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹവും ഇത് മോസ്റ്റ് വെൽക്കം ചെയ്തു. അങ്ങനെയാണ് മെനുമാനിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ ഒരു മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? ലൈക്ക് മെനു ആണ്, അത് മതി റെസ്റ്റോറന്റ് ബിൽഡ് ചെയ്യാനായിട്ട്. അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഒരു മെനു എഞ്ചിനീയറിംഗ് ഇല്ലാത്ത ഒരു സ്ഥാപനം ഒരിക്കലും കറക്റ്റായിട്ട് മുന്നോട്ട് പോയില്ല. മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കി ഒരു മെനു എടുത്ത് ഡിസൈൻ ചെയ്യില്ലല്ല. അതാണ് 80% ജനങ്ങളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന സത്യം. മെനു എഞ്ചിനീയറിംഗ് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ മെനു എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, 1-2 കാര്യങ്ങളല്ല, പ്രോപ്പറായിട്ടുള്ള മെനു ബിൽഡ് ചെയ്യണം. ആ മെനുവിൻ്റെ കോസ്റ്റിംഗ് ചെയ്യണം. ആ മെനുവിൻ്റെ കോസ്റ്റിങ്ങിനോടൊപ്പം തന്നെ
അതിന് വേണ്ട പ്രോപ്പറായിട്ട് ഒരു നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1, 2, 3 റോ മെറ്റീരിയൽ വെച്ച് അതിനെ ഒരുപാട് സബ് മെറ്റീരിയൽസ് ചെയ്യുമ്പോഴാണ് സക്സസ് ആവുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മീഡിയകളിലൊക്കെ ചിലപ്പോൾ കേട്ട് കാണും, നമ്മുടെ രാമേശ്വരം കഫേ, ബാംഗ്ലൂർ ബേസ് ചെയ്തിരിക്കുന്ന രാമേശ്വരം കഫേ സക്സസ് ആയതിൻ്റെ മെയിൻ റീസൺ അവരുടെ മെനു ആണ്. അവര് ടൈം ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ഓർഡർ ചെയ്താൽ വിത്തിൻ 1 minute എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ വർക്കൗട്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെനുവാണ്. കാരണം അവർ വെറും 4 റോ മെറ്റീരിയൽ വെച്ചിട്ടാണ് അവർ വർക്കൗട്ട് ചെയ്തത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മലയാളികളും ഇന്ത്യക്കാരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 4 റോ മെറ്റീരിയൽ. ഓക്കെ, ആ റോ മെറ്റീരിയലുകൾ മാത്രം കൊണ്ടാണ് ബാക്കിയെല്ലാം നമുക്കതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അരി, ഗോതമ്പ്, റവ, മൈദ. ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റംസ്. അപ്പോൾ ഇത് മാത്രം വെച്ചുകൊണ്ടാണ് സ്മോൾ മിസ്റ്റേക്ക്, മൈദയല്ല, ഉഴുന്ന്. ഓക്കെ, കാരണം ഉഴുന്ന് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റിനെ ഉഴുന്ന് വടകളും ഉഴുന്ന് കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസും, അരി വെച്ച് നമ്മൾ കഴിക്കുന്ന ദോശ, ബാക്കി എല്ലാ വെറൈറ്റീസും, അതുപോലെ തന്നെ റവ വെച്ച് ഉപ്പുമാവ്, ബാക്കി കേസരി, അങ്ങനെയുള്ള കാര്യങ്ങളും, ഗോതമ്പ് വെച്ച് ചപ്പാത്തി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. ഇതാണ് അവരുടെ സക്സസ്സിലെ ഒരു കീ പോയിന്റ്. കാരണം അത് വർക്കൗട്ട് ചെയ്തു, അതിൻ്റെ കീ കറക്റ്റ് ചെയ്തു, അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി, ആ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് അവരുടെ ബിസിനസ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ കുഴിമന്തി ഫെമിലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, അതിന്റെ ട്രെൻഡ് മാറണില്ല. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആ ഒരു ടേസ്റ്റും കൊണ്ടാണോ അതോ? കുഴിമന്തി കഴിക്കാറുണ്ടോ? യെസ്, എന്റെ ഫേവറേറ്റാ. ഓക്കെ, ഈ കുഴിമന്തി അല്ലാതെ നമ്മുടെ ഒതന്റിക് അറബിക് മന്തി കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. നമ്മുടെ നാടുകളിൽ കുഴിമന്തി ശരിക്കും പുറത്തുനിന്ന് വന്നൊരു ഡിഷല്ല. നമ്മളായിട്ട് എത്ര പേർക്ക് അറിയാം മലയാളിയുടെ ബ്ലെൻഡിങ് ആണ് കുഴിമന്തി എന്നുള്ളത്? അറിയില്ല. അപ്പോൾ നമ്മൾ യമനി മന്തി അല്ലെങ്കിൽ ഒതന്റിക് മന്തികളുണ്ട്. ഒതന്റിക് മന്തിയും കുഴിമന്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. യമനി അല്ലെങ്കിൽ ഒതന്റിക് മന്തി കഴിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ മന്തി ഇഷ്ടപ്പെടില്ല. നമ്മുടെ മന്തി കഴിച്ച എന്നാൽ അറബ് രാജ്യത്തുനിന്ന് പോലും ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഓക്കെ, ആ ട്രെൻഡ് മാറാത്തതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. മലയാളിയുടെ ബ്ലെൻഡ് അനുസരിച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനെ ഓവർകം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ വരണം. ഇപ്പോൾ ഫുഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൂടുതൽ പേരും സജസ്റ്റ് ചെയ്യാം മലബാർ ഏരിയസിലെ ഫുഡാണ് അടിപൊളി, ആ ഒരു വൈബാണ്. അപ്പൊ എന്താണ് വടക്ക് ഈ ഒരു ഏരിയയിലേക്ക് എന്താണ് ആ ഒരു ഇത് വരാത്തത്? പേഴ്സണലി ഏത് ഡിസ്ട്രിക്റ്റിലെ ഫുഡാണ്? പേഴ്സണലി തീർച്ചയായിട്ടും എനിക്കിഷ്ടം മലബാറിലെ ഫുഡ് തന്നെയാണ്. ഒബിയസ്ലി മലബാർ തന്നെ. മലബാറിലെ ഫുഡിന് ഒരു ചരിത്രമുണ്ട്. മലബാറിലെ ഫുഡിന് ഒരു പറയാൻ ഒരുപാട് കിസ്സകളുണ്ട്. ബിരിയാണി നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും ബിരിയാണി ഉണ്ട്, പക്ഷെ മലബാർ ബിരിയാണിയുടെ അത്ര വരില്ല. പ്രശ്നമാണോ അതോ? ഒരിക്കലുമല്ല. ഈവൺ ഇപ്പോൾ അടുത്ത് ഷെഫ് പിള്ള വരെ സംസാരിച്ചൊരു വിഷയമായിരുന്നു. ഷെഫ് പിള്ള പറയുന്നുണ്ട് ഒരു ഇന്റർവ്യൂല്, ഇത്രയും കാലം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ട്, പക്ഷെ മലബാറാണ് ബിരിയാണി എന്നുള്ളത്. അത് ആ റെസിപ്പിയുടെയാണ്, അതിലെ ഇൻഗ്രീഡിയൻസിൻ്റെയാണ്, അതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയാണ്.
പിന്നെ പ്രിപ്പറേഷൻസ് ആണ്. ഒബ്വിയസ്ലി പറയാം, കൊച്ചിയിൽ നമ്മൾ ബിരിയാണീസ് ഉണ്ട്, കൊച്ചി ബിരിയാണി ഉണ്ട്. അത് ശരിക്കും ഒരു കറി ബിരിയാണി ഉണ്ട്. നമ്മൾ കറി വേറെ ഉണ്ടാക്കുക, റൈസ് വേറെ ഉണ്ടാക്കുക, മിക്സ് ചെയ്യുക, അതാണ് കൊച്ചി ബിരിയാണി. നമുക്ക് പക്ഷെ അതിനും ഫാൻസ് ഉണ്ട്. അതും ഞാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൊച്ചിക്കാരുടെ ബിരിയാണി ഉണ്ട്. എന്നാൽ പ്രോപ്പർ മലബാർ ദം ബിരിയാണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിരിയാണി മലബാർ പലഹാരങ്ങൾ, ഇത് മലബാറിനാണ് എപ്പോഴും ഓപ്ഷൻ. അത് ഞാനൊരു മലബാറുകാരനായത് കൊണ്ടല്ല. എന്നാ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ സദ്യ. നമ്മൾ കേരളത്തിൽ സദ്യ കേരളത്തിൽ 3 സ്ഥലങ്ങളിലുണ്ട്. ഏറ്റവും നല്ല സദ്യ വിവാഹങ്ങൾക്ക് വിളമ്പുന്നത് ഈ മലബാറിലല്ല, ട്രിവാൻഡ്രം. സോ മലബാറാണ് ഫുഡിന്റെ കൾച്ചറെങ്കിലും എല്ലാ ദേശങ്ങൾക്കും തൃശ്ശൂർ പെരൂരും ഏറെക്കുറെ മലബാറിന്റെ തുടക്കമാണ്. തൃശ്ശൂരിനൊരു ചരിത്രമുണ്ട് ഫുഡിന്, കൊച്ചിക്കും ഫുഡിനൊരു ചരിത്രമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫുഡുകളും, ഇന്നു കാണുന്ന എല്ലാ ഫുഡുകളും ഉത്ഭവിക്കാൻ സ്പൈസസ്, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട സ്പൈസസ് എല്ലാം കൊച്ചിയിൽ മാർക്കറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, കൊച്ചിയാണ് കേരളത്തിൻ്റെ സ്പൈസസിൻ്റെ സാമ്രാജ്യം സൃഷ്ടിച്ചത്. സോ ഇതുപോലെ ട്രിവാൻഡ്രത്തിന് സദ്യ ഉണ്ട് പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഒരു ഡിഷ്. ഇന്ന സ്ഥലത്ത് മാത്രമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ക്ലൗഡ് കിച്ചൺ ബിസിനസിന്റെ ഭാവി എങ്ങനെ നോക്കി കാണുന്നത്? ക്ലൗഡ് കിച്ചൺ ബിസിനസ്സുകളുടെ ഭാവി നോക്കി കാണുന്നത്, നിങ്ങൾ ചെയ്യുന്ന ക്ലൗഡ് കിച്ചൺ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് പറ്റുമെങ്കിൽ, കേപ്പബിൾ ആണെങ്കിൽ, മറ്റൊരു സ്ഥലം നിങ്ങൾ റെൻ്റ് എടുക്കാതെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അത് സക്സസ് ആവും. നേരെ മറിച്ച് നിങ്ങളൊരു 500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ എന്തായാലും ഒരു കിച്ചൺ സെറ്റ് ചെയ്യണമെങ്കിൽ മിനിമം 200 to 500 സ്ക്വയർ ഫീറ്റ് വേണം ഒരു ക്ലൗഡ് കിച്ചൺ സെറ്റ്. അതിനായിട്ട് നിങ്ങളൊരു സ്പേസ് കണ്ട് അതിന് അഡ്വാൻസ് കൊടുത്ത് അവിടെ കിച്ചൺ സെറ്റപ്പ് ചെയ്തു, റെൻറ്റ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനെ അഫോർഡബിൾ ആക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്ന രീതിയിൽ ലയബിൾ ആക്കാൻ പറ്റില്ല, വയബിൾ ആക്കാൻ പറ്റില്ല. ഇത് 100% പറ്റില്ല. ഇത് എൻ്റെ സ്റ്റഡിയിൽ ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ക്ലൗഡ് കിച്ചണിൽ നിന്ന് നിങ്ങൾ അതിനെ പറയുന്നത് സെൻട്രൽ കിച്ചണാണ്. B2B ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് എ സെൻട്രൽ കിച്ചൺ. പക്ഷേ വീട്ടിലാണ് ഉണ്ടാക്കണമെങ്കിലും അതൊരു വീട്ടിൽ നിങ്ങൾക്ക് ഒരു കിച്ചൺ സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനായിട്ടൊരു കിച്ചൻ്റെ സ്പേസ് കണ്ടെത്തി നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നിങ്ങളൊരു ടൈം ബീയിങ് വെച്ച് നിങ്ങൾക്ക് ഒരു 5 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈൻ, നിങ്ങൾ ഈവനിങ് മാത്രം കൊടുത്തോളൂ, അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്തോളൂ, ലഞ്ച് മാത്രം കൊടുത്തോളൂ, നോ ഇഷ്യൂസ്. ഇപ്പം ഈ ബൺ മസ്ക ട്രെൻഡിങ് ആണല്ലോ, കപ്പിൾ ചായ. അപ്പം അവരുടെയൊക്കെ അത് ലോങ് ടേം ഗോളാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ലോങ് ടേം ഗോളല്ല. അതിപ്പോൾ കഴിക്കുന്നത് നമുക്ക് അവർ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ കൊച്ചി തന്നെ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ജസ്റ്റ് കൊച്ചിയിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ മൊത്തം ഉണ്ട്, ഓൾമോസ്റ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്തിലാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും അല്ലേ? ഫേസ്ബുക്ക് അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. ഓർക്കുഡ് അക്കൗണ്ട് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. യാഹൂ മെസ്സഞ്ചർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ട്രെൻഡുകൾ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആ ഒരു ട്രെൻഡ് കണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പേര് സെലിബ്രിറ്റീസ് ഉണ്ട്, എല്ലാവർക്കും ആവാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഒരു 100 ഫുഡ് എന്റർപ്രണേഴ്സിനെ വെച്ചിട്ട്. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് നോട്ട് എ ന്യൂ പ്രോജക്റ്റ്. അത് നമ്മുടെ അൾട്ടിമേറ്റ് എയിമും മെനുമാൻ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസിയുടെ അൾട്ടിമേറ്റ് എയിമും ടാർഗറ്റുമാണ്. ബിൽഡ് 100 ഫുഡ് എന്റർപ്രണേഴ്സ്. അതെങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ റീച്ച് ചെയ്യുന്നത്, നമ്മൾ അതിനായിട്ടൊരു മാർക്കറ്റിംഗ് പ്ലാനോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ ഒന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം,
നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ റെഫറൻസ് കൊണ്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ 19ഓളം പ്രൊജക്റ്റുകൾ മാഷാ അല്ലാഹ് ചെയ്തു കഴിഞ്ഞു. അപ്കമ്മിങ് ആയിട്ട് 9ഓളം ഓപ്പണിങ്സ് കിടക്കുന്നുണ്ട്, അന്ന് ഓൺഗോയിങ് ആണ്. നമ്മുടെ ലൈനപ്പിൽ 10ഓളം പുതിയ പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിനും നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും അള്ളാഹുവിനോടും ഇന്നത്തെ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനോടും ബാക്കിയുള്ള മാനേജ്മെൻറ്റിനോടും. ഞാൻ മെനുമാൻ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസിയുടെ ഒരു പാർട്ട് മാത്രം. ഓക്കെ, സോ മെനുമാൻ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസി ഒരിക്കലും ഇന്നൊരു ഫ്രീലാൻസ് അല്ല, എൻ്റെത് മാത്രമല്ല, ഞാൻ അതിലൊരു പാർട്ട് മാത്രമാണ്. ഇപ്പോൾ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് തുടക്കത്തിലൊക്കെ ഭയങ്കര സക്സസ് ആയിരുന്നു, പക്ഷെ പിന്നീട് അത് ലോസിലോട്ട് പോയി. ഓക്കെ, അപ്പം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സാർ എനിക്കതൊരു സക്സസ് ആക്കി തരും? ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ചെയ്തിരിക്കുന്ന എന്ത് ടൈപ്പ് ബിസിനസ്സാണ്? നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു കഫേ ആണോ, ഒരു റെസ്റ്റോറൻ്റ് ആണോ, ഒരു എന്ത് കാറ്റഗറിയിൽ പെട്ട ബിസിനസ്സാണ്? ഒരു കഫേ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, നിങ്ങൾക്ക് എത്ര തിരിച്ചു കിട്ടി, എത്ര കാലമായിട്ട് നിങ്ങൾ ബിസിനസ് നടത്തുന്നുണ്ട്? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇന്ന് ബിസിനസ് ചെയ്യുക എന്ന് മാത്രം, ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ബൺമസ്ക എന്ന് പറയുന്നത്, അതിന് ഇൻപുട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയെന്ന് ചിന്തിക്കുന്നില്ല. എല്ലാവരും ചിന്തിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്, പോകുന്ന സമയത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഞാനൊരു ബൺമസ്ക ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബൺമസ്കയുടെ ഒരു കൗണ്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മാസം നടക്കുമ്പോൾ എനിക്കൊരു അൾട്ടിമേറ്റ് എയിം വേണമല്ലോ, ഇതാണെന്നുള്ളത്. അല്ലെങ്കിൽ എനിക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അതില്ല, ചുമ്മാ എനിക്കൊരു പേരിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവരാണ് ഏറെക്കുറെ. 100% ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഞാനൊരു ഫുഡ് കാർട്ട് ഓപ്പൺ കഫേ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ബേസ് ചെയ്തിട്ട്, കെറ്റിൽ ആൻഡ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് KNH. അവിടെ ഞാൻ ബൺമസ്ക ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ബൺമസ്ക ചെയ്തപ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് ഓപ്പൺലി പറയാം. ഇന്നത് പലയിടത്തും പല വിവാദമാണ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബട്ടർ എടുത്ത്, ലൈക്ക് 100 ഗ്രാമിൻ്റെ ബട്ടർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ 100 ഗ്രാമിൻ്റെ ബട്ടറിനകത്ത് നമുക്കൊരു 6 ബൺമസ്കയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ കോസ്റ്റ് വരുമ്പോൾ ഇന്ന് വിൽക്കുന്ന എമൗണ്ടും അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും നമുക്ക് വെർത്തല്ല. ഒരു സ്ഥാപനമായിട്ട് നടത്തുന്നവർക്ക്, ചായ കപ്പിൾസിന് എന്തുകൊണ്ട് വെർത്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, they don't want to pay the rent, they don't want to pay for the marketing, they don't want to pay for the other miscellaneous. സോ അവർക്ക് എന്താണ് വർത്താണ്. ഓക്കെ, അതും അവർ ബൾക്കായിട്ട് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവർ ബൾക്കായിട്ട് ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ബൾക്കായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് പറ്റുന്നത്. ഇത് തന്നെ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെ വന്നാലും ഫുട്ഫാൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ 3 ദിവസമോ 4 ദിവസമോ ഷെൽഫ് ലൈഫുള്ള സാധനം 5ാമത്തെ ദിവസം എടുത്ത് കളയേണ്ടി വരും. ഓക്കെ, 3 ദിവസത്തിൽ കൂടുതൽ എന്തായാലും വെക്കാൻ പറ്റില്ല. അപ്പോൾ എടുത്ത് കളയേണ്ട സമയം വരുമ്പോൾ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? അവരിവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഇത് വളരെ സത്യമായൊരു കാര്യമാണ്. അത് ചെയ്തു നോക്കുന്ന പുതിയ തലമുറ ഒരിക്കലും പറയൂല. പക്ഷെ പറയുന്ന റെസ്റ്റോറൻറ്റ് ഓണേഴ്സും കഫേ ഓണേഴ്സും ഉണ്ട്. ഇന്നും 90 രൂപ മുതൽ ബിരിയാണി കിട്ടുന്ന ഒരേ ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അത് കേരളമാണ്. ഓക്കെ, 90 രൂപ മുതലാണ് ഇന്നും നമ്മുടെ എങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ 90 രൂപയുടെ ബിരിയാണിയുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? അതിൽ ക്വാളിറ്റി കുറയോ? ക്വാളിറ്റി ഉറപ്പായിട്ടും കുറയില്ലേ? നമുക്ക് ചിന്തിച്ച് നോക്കാമല്ലോ. ഒരിക്കലും ഒന്നും ഒരു 90 രൂപയുടെ ബിരിയാണി ഒരു ഷോപ്പിൽ സെയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രശ്നമുണ്ടാകും. നേരെ മറിച്ച് ആ 90 രൂപ സെയിൽ ചെയ്തിട്ട് വെറും 10 രൂപ മാത്രം പ്രോഫിറ്റ് എടുക്കുന്നവരെ എനിക്കറിയാം. അവർ സെയിൽ ചെയ്യുന്നത് സ്ട്രീറ്റിലാണ്. ഹൈജീൻ ഇഷ്യൂസ് തീർച്ചയായിട്ടും ഇന്നും എനിക്കറിയുന്ന സെൻസ് പേഴ്സണലി അല്ല, ഞാൻ അവരെ കണ്ടിട്ടും അവരിൽ നിന്ന് മേടിച്ചിട്ടും അവരെ കഥകൾ അറിഞ്ഞിട്ടും ഈ കൊച്ചി സിറ്റിയിൽ കഴിഞ്ഞ 6 വർഷമായിട്ട്
റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ബിരിയാണി വിൽക്കുന്ന ഒരു 45 വയസ്സുള്ള ഒരു ഉമ്മയുണ്ട്. 90 രൂപയ്ക്കായിരുന്നു. ഇപ്പം അടുത്താണ് അവർ 110 ആക്കിയത്. അവർ തുടങ്ങിയത് 70 രൂപയിൽ. നമ്മൾ അത് അറിയാൻ വേണ്ടി കഴിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് 10 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് ഉള്ളൂ. 50 എണ്ണം വിറ്റാൽ 500 രൂപ കിട്ടും. പിന്നെ അള്ളാഹിൻ്റെ ബർക്കത്ത് കൊണ്ട് കാര്യങ്ങൾ നേടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കച്ചവടം ഇല്ലാത്ത ദിവസം ചില ആൾക്കാർ എനിക്കൊരു 100 രൂപയ്ക്ക് പകരം 500 തന്നിട്ട് പോകും. സോ അതൊരു ബിസിനസ് അല്ല ഒരിക്കലും. അതൊരു ബിസിനസ്സായിട്ട് ഒരിക്കലും, ഫുഡ് ബിസിനസ്സായിട്ട് അതിനൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. എങ്ങനെ കണക്കാക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് ഫണ്ടും ഒരു ഇൻഫ്ലുവൻസറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഫുഡ് ബിസിനസ് റെസ്റ്റോറൻറ്റ് സക്സസ് ആക്കാം എന്നുണ്ടാവും. അങ്ങനെ പറ്റുമോ? പലരുടെയും ധാരണ അങ്ങനെയാണ്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാനും, പ്രോപ്പറായിട്ടുള്ള ഒരു മെനു, പ്രോപ്പറായിട്ടുള്ളൊരു എന്തെങ്കിലും നമുക്കൊരു മാർക്കറ്റ് ചെയ്യേണ്ട ഒരു ഡിഷും, പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവീസും ഇതൊരിക്കലും നല്ലതല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസർ ഉണ്ടായിട്ടും മണി ഉണ്ടായിട്ടും ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും സംഭവിക്കില്ല. ബട്ട് കുറേ പേര് ഇൻസ്പയർ ആയിട്ട് പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ കുറേ പേര് ഇൻസ്പയർ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും അതിൽ എത്ര സക്സസ് ഉണ്ടെന്നുള്ളത്, സക്സസ് റേഷ്യോ എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കറിയുന്ന 100K 200K ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ബ്ലോഗർമാർ സെയിം പാറ്റേണിൽ റെസ്റ്റോറൻറ്റുകളും കഫേകളും തുടങ്ങിയവരുണ്ട്. ഓക്കെ, 100% പറയാം അട്ടർ ഫ്ലോപ്പാണ്, ഫെയിലിയറാണ്. അതിൽ 10% സക്സസ് ആയവരുണ്ട്. ആ 10% എങ്ങനെ സക്സസ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ജോലി എന്താ? അവൻ്റെ ജോലി എന്ന് പറയുന്നത് അവനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അവനത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അവൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. എന്നാൽ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്രൊഡക്റ്റ് വേണം, ഇവിടെ ഒരു യുണീക്കായിട്ടുള്ളൊരു ഡിഷ് വേണം, നല്ലൊരു സർവീസ് കൊടുക്കുന്ന കാര്യങ്ങൾ വേണം. ഇതൊന്നും ഇല്ലാതെ അവൻ മാർക്കറ്റ് ചെയ്തിട്ട്, അവന് മാർക്കറ്റിംഗ് ചെയ്യാനാണ് അവൻ അറിയുന്നത്. ഇതൊന്നും ഇല്ലാതെ മാർക്കറ്റിംഗ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ ഈ കൊച്ചിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവിക്കുന്നത് കൊച്ചിയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അതേ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നതും കൊച്ചിയിലാണ്. സോ അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇൻഫ്ലുവൻസർ ഉള്ളത് കൊണ്ട് അവന് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവനത് ചെയ്യണമെങ്കിൽ അവൻ്റെ ജോലി മാർക്കറ്റിംഗാണ്, അത് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് വേണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു പ്രൊഡക്റ്റും സർവീസും കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്ലാനും നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഈ കായ്സ് കിച്ചൺ അത് ഒരിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടി. പിന്നെ അത് ഓപ്പൺ ആക്കിയിട്ടും ആ ഒരു ടേസ്റ്റ് ആളുകൾ വിട്ടില്ല, പിന്നെയും അവിടെ തന്നെ പോയി. അതിന് കാരണം എന്താ? അതൊരു ഇൻഫ്ലുവൻസിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാരഗൺ, നിങ്ങൾ എത്ര പരസ്യം പാരഗണിൻ്റെ കണ്ടിട്ടുണ്ട്? എത്ര ഇൻഫ്ലുവൻസേഴ്സ് പാരഗണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്? പാരഗണിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് ഈ അടുത്താണ്. പാരഗൺ മാത്രമല്ല, നമ്മളിപ്പോൾ ഈ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ബൃന്ദാവൻ വെജ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ, ഡെക്കേഡിൻ്റെ കഥയുണ്ട്. എന്ത് പരസ്യമാണ് അവർ ചെയ്തിരിക്കുന്നത്? എന്ത് ഇൻഫ്ലുവൻസറിനെ വെച്ചാണ് അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇപ്പോഴും നമ്മൾ ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും, ഇന്ന് ബൃന്ദാവന് 3 ഔട്ട്ലെറ്റ് ഉണ്ട് കൊച്ചിയിൽ. എല്ലാ ബൃന്ദാവനിലും എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക്? സോ അത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഒരു ഫുഡ് ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരാൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വെച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തീർച്ചയായിട്ടും ഹൈപ്പ് ഉണ്ടാവും, ബട്ട് ഒരിക്കലും
അത് ആ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് കഴിയുന്നത് വരെ ആയിരിക്കും ഇതിൻ്റെ ലൈഫ്. അതാണ് വ്യത്യാസം. ഇപ്പോൾ ഈ യുവതലമുറയ്ക്ക് ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും സാറ് കൊടുക്കാനുള്ളൊരു പ്രചോദനം, ഒരു ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ എന്നുള്ളതിനേക്കാൾ പറയുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാനുള്ളത് ഇൻവെസ്റ്റ് യുവർ ടൈം. ഓക്കെ. നിങ്ങൾ ഇപ്പോൾ താങ്കളൊരു ബിസിനസ് ഫുഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫുഡ് ബിസിനസ്സിലേക്ക് മണിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 6 മാസം നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഏറ്റവും ബെറ്റർ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യണം. ഒരു 6 മാസം പോയിട്ട് വർക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നടക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളും അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. നമ്മൾ പുതിയ പുതിയ കുട്ടികളെ അതിൽ ഈ പറഞ്ഞ പോലെ ഹോട്ടൽ മാനേജ്മെൻറ്റോ ഹോട്ടൽ ഇൻഡസ്ട്രീനെ കുറിച്ചോ ഫുഡ് ഇൻഡസ്ട്രീനെ കുറിച്ചോ ഒരു ബന്ധവുമില്ലാത്ത, എന്നാൽ അതിനകത്ത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരുണ്ട്, ഈവൻ ഹൈലി മറ്റുള്ള പ്രൊഫഷണൽ ജോബ് ചെയ്തിട്ട് വന്നവരുണ്ട്, പല കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്. ഞാൻ അവർക്ക് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റിലേക്ക് വർക്ക് ചെയ്യാൻ ഒരു 6 മാസം അവർക്ക് വിത്ത് സാലറി വർക്ക് ചെയ്യാൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ വർക്ക് ചെയ്ത് ഒരു 6 മാസം കൊണ്ട് അവർ പഠിച്ചെടുക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്ത് എവിടെയൊക്കെ മിസ്റ്റേക്കുകളുണ്ട്, ഞാൻ ഇനി എന്തൊക്കെ മുന്നോട്ട് പഠിക്കാനുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്. സോ ആ സമയമാകുമ്പോഴത്തേക്കും അവരുടെ ആ ചിന്താഗതി തന്നെ മാറും. 6 മാസം മുമ്പുണ്ടായിരുന്ന അവരുടെ ചിന്താഗതി എന്താണോ അത് മൊത്തം മാറി 6ാമത്തെ മാസം തൊട്ടിട്ട് അവർ ഇതെങ്ങനെ സക്സസ് ആക്കാമെന്ന് ചിന്തിച്ചു. സോ ഇൻവെസ്റ്റ് യുവർ ടൈം, ഇൻവെസ്റ്റ് അറ്റ്ലീസ്റ്റ് 6 months ഫോർ സ്റ്റഡി. ഇതാണ് പുതിയ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. സാർ എങ്ങനെയായിരിക്കും, സാറിനെ സമീപിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സ് ഇങ്ങനെ പുതിയ തലമുറ വരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരെ അഡ്വൈസ് ചെയ്യുന്ന കാര്യം ഇത് തന്നെ ആയിരിക്കും. അതല്ല ഞങ്ങൾക്ക് നാളെ തന്നെ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ നാളെ തന്നെ തുടങ്ങണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരോട് പറയുന്നത് ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഹയർ ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് പേഴ്സൺസ്, അതിൽ നിന്നുകൊണ്ട് പഠിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് എൻ്റെ കയ്യിൽ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഞാനൊരു പരീക്ഷണത്തിന് നിൽക്കണം എന്നുള്ളവർക്കാണ്. രണ്ടാമത് പറഞ്ഞത് ഐ ഡോണ്ട് കെയർ അബൌട്ട് മൈ ഫിനാൻഷ്യൽ സംതിങ് ലൈക്ക് ദാറ്റ്. എന്നെ ഫിനാൻഷ്യൽ സൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ അവർ ഓക്കെയാണ് എല്ലാം കൊണ്ടും. അവർക്ക് ഇനി ഐഡിയയും അത് വർക്കൗട്ട് ചെയ്യേണ്ട പ്ലാറ്റ്ഫോമും മറ്റുള്ള കാര്യങ്ങളും മാത്രമാണ്. അവർക്ക് മണി ക്യാൻ ഹയർ എനിത്തിങ് എവറിത്തിങ്. സോ ആ ഒരു ചിന്താഗതിയിലുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ഗുഡ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു പ്രോജക്റ്റ് ലോഞ്ച് ആവുമ്പോൾ സക്സസിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.